മൂന്നാം ക്ലാസ്സിലെ ഭാഷാപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ് പൂമൊട്ട്. നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംഭാഷണവും ജീവചരിത്രക്കുറിപ്പും തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭാഷണം തയ്യാറാക്കുന്നതിന് മുൻപേ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. ലാസറും ഏജും ആഗ്നസും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക. അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് സമയം പാഴാക്കി. അതെ, അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ശരിയാണ്, നമ്മൾ കുറ്റം പറയാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ അമ്മയുടെ വാക്കുകൾ അനുസരിക്കണം. അതെ, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നന്മയുടെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു നൽകാൻ അമ്മയ്ക്ക് സാധിക്കും. ഇന്നു മുതൽ നമുക്ക് നല്ല കുട്ടികളായി മാറാം. അതെ, നന്മയുള്ള നല്ല കുട്ടികളായി നമുക്ക് ജീവിക്കണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ആകട്ടെ. സംഭാഷണം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇനി പൂമൊട്ട് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് ഇപ്പോൾ ശ്രവിക്കാം. മദർ തെരേസയുടെ ഒരു ജീവചരിത്ര കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1910 ആഗസ്റ്റ് 26 സ്കോപ്ജെ എന്ന സ്ഥലത്തായിരുന്നു മദർ തെരേസയുടെ ജനനം. ആഗ്നസ് ഗോൺ ഹബോയാക്സു എന്നായിരുന്നു മുഴുവൻ പേര്. ഇന്ത്യയായിരുന്നു മദറിൻ്റെ പ്രധാന പ്രവർത്തന മേഖല. 1948 കൽക്കത്തയിലെത്തി. അവിടെ ചേരി പ്രദേശങ്ങളിൽ അനാഥരും മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. തുടർന്ന് 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിനു തന്നെ മാതൃകയായിരുന്നു. സംഭാഷണവും ജീവചരിത്രക്കുറിപ്പും എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്